തലശ്ശേരി വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല കുണ്ടുകുഴി നിറഞ്ഞ വഴി കൂടാണ് നമ്മളിപ്പോഴത്തെ യാത്ര. അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിട്ടാ. അതായത് തലേ ദിവസം നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾസ് പോയിട്ട് അത്യാവശ്യം നല്ല മൂഞ്ചിയിട്ടുണ്ടായി. ഇത് അതുപോലെ ആവുമെന്ന് ചെറിയൊരു പേടി മനസ്സിലുണ്ടായിന്. ബട്ട് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് കാണാനും ഉണ്ടായിനി. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ടായിട്ടോ. അവിടെ നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണി കൂടുതൽ നല്ല മലബാർ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് നമ്മൾ നേരെ ആശിന്റെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിട്ടോ. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചതേനെ. പിന്നെ പോയപ്പോൾ ഈ ഒരു സംഭവം അവിടെ കണ്ടിട്ടുണ്ടായിനി. അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ ടിപ്പുവിന്റെ കാലത്ത് അവിടെ ഉണ്ടായിന് ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് പോന്നിട്ടുണ്ടായിന്. ഈ കോട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോട്ടയാണ്. പിന്നെ ഇതിന്റെ ഓരോ മുക്കിനും മൂലയും ഓരോ ചരിത്രത്തിൽ ഓരോരോ കഥകൾ പറയാനുണ്ട്. അതെന്തൊക്കെയാന്ന് എന്നോട് നിങ്ങൾ ചോദിക്കരുത്. ദാറ്റ്സ് വൈ ഞാൻ അതൊക്കെ മറന്നുപോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ 2 മാസങ്ങൾക്ക് മുമ്പ് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് മറന്നുപോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഊഹിച്ചാൽ പോലെ തലേന്ന് ചെയ്ത കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അപ്പം ഇത് അങ്ങനെ നേരെ നമ്മൾ ഈ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, ഇത് കണ്ടിട്ടുണ്ടായി നല്ല രസം ഉണ്ടായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുത്തെ അരികും മൂലയും ഓരോ സ്ഥലങ്ങളും കണ്ടിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. ഇതോടെ നമ്മൾ തലശ്ശേരി വ്ളോഗ് കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടില്ല. ഇതിന് വേറൊരു പാർട്ടും കൂടി ഉണ്ട്. 1 മിനിറ്റിൽ എനിക്ക് ഇത്രയൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരണേക്ക് ബൈ ബൈ.